എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2025 ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യമായി കിരീടം നേടിയതിന് പിന്നാലെ നടന്ന വിജയാഘോഷ് റോഡ് ഷോയിൽ വൻ ദുരന്തം നടന്നിരുന്നത് നമ്മൾ ഏവരും അറിഞ്ഞതാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന വിക്ടറി പരേഡിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചതായും കുറേയധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദാരുണമായ സംഭവം രാജ്യമെമ്പാടും വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ BCCI RCB ടീമിനെ വിലക്കുകയും 100 കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു. കൂടാതെ സോഷ്യൽ മീഡിയയിൽ അറസ്റ്റ് കോഹ്ലി എന്ന ഹാഷ്ടാഗ് ട്രെൻഡ് ചെയ്യപ്പെടുകയും വിരാട് കോഹ്ലിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് വ്യാപകമായ പ്രചാരണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ബംഗളൂരു പോലീസ് ഉടനടി നടപടിയെടുക്കുകയും RCB മാനേജ്മെന്റിലെ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ സംഭവം രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത്രയും വലിയൊരു അശ്രദ്ധ എങ്ങനെ സംഭവിച്ചു എന്ന് പലരും ചോദ്യം ചെയ്യുന്നു. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തപോലെ ഈ സംഭവത്തിൽ വിരാട് കോഹ്ലിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അന്ന് അല്ലു അർജുൻ മരണപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ബംഗളൂരു റോഡ് ഷോയിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും കോഹ്ലി ഒരു പ്രതികരണവും നടത്തിയില്ല എന്ന് ചിലർ വിമർശിക്കുന്നു. RCBക്ക് 100 കോടി രൂപ പിഴ ചുമത്തിയത് മാത്രം പോരാ എന്നും വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. റോഡ് ഷോയിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയതിന് പ്രധാന കാരണം വിരാട് കോഹ്ലിയുടെ സാന്നിധ്യമാണെന്നും അതിനാൽ ഈ വിഷയത്തിൽ കർണാടക സർക്കാരും അന്വേഷണം നടത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ വിരാട് കോഹ്ലിക്കെതിരെ നടപടിയുണ്ടാകൂ എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നും ശ്രദ്ധേയമാണ്. ഈ സംഭവത്തിൽ RCB ടീമിനെ വിലക്കിയതിനോടും വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.